ഇപ്പോൾ മമ്മൂക്ക കാണുന്നുണ്ടെങ്കിലും ഇപ്പം മമ്മൂക്ക ആയതുകൊണ്ട് പുള്ളി പാതി പറഞ്ഞ് ബാക്കി സ്റ്റാർ നോക്കിക്കോളും എന്ന് പറയുന്ന പോലെയല്ല. ഈ മേക്ക് ഷുവർ ഹീ ഡസ് ഹിസ് ജോബ്. പണിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പുള്ളി ഉറപ്പുവരുത്തും. അതിപ്പോൾ ഉണ്ടായാലും ആ ഒരു യുനോ റെസ്പെക്റ്റ് മമ്മൂക്കാക്കും ഞങ്ങളോടുണ്ടായിരുന്നു. ഞെട്ടിപ്പോയായിരുന്നു ഞാൻ. ഐ വാസ് അമേസ്ഡ് ബൈ ദ respect he had for us, the way he behaved with us, cooperated with us. ഞാൻ ഇപ്പം നിങ്ങളായാലും ഒരു ഇൻ്റർവ്യൂ നമുക്കവിടെ എടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തർ ഒരു ഉള്ളിലൊരു കാന്തലുണ്ടാവുമല്ലോ. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കേട്ടുള്ള കഥകളും അങ്ങനെ വെച്ചാൽ പുള്ളി ഷോട്ടമ്പാടാണ്, എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ ഗെറ്റ് ഔട്ടാണ്. പിന്നെ അനാവശ്യ ഫ്രൂട്ട്ഫുൾ അല്ലാത്ത കാര്യങ്ങളൊന്നും മണ്ടത്തരൊന്നും ചെന്ന് പറയരുതെന്നൊക്കെ ഉള്ള പോലെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. സൂക്ഷിക്കണം. ബട്ട് പുള്ളി എന്നെ കംഫർട്ടബിൾ ആക്കുവാണ് ചെയ്തത്. എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ മുകളിലാണ് അത്. എന്നെ അത്രയും പേടിപ്പിച്ചാണ് എൻ്റെ കൂട്ടുകാരൊക്കെ വിടുന്നത്. ആളിയാ നോക്കിയും കണ്ട് നിന്നോ. എൻ്റെ ഫസ്റ്റ് ഡേ ഹി ഗേവ് മീ എ വെരി യുനോ നൈസ് എക്സ്പീരിയൻസ്, വാം എക്സ്പീരിയൻസ്. അതിൽ തന്നെ നമ്മൾ ഫ്ലാറ്റായി. പിന്നെ ഫ്രം ദ സെക്കൻഡ് ഡേ ഇറ്റ് സെൽഫ് ലൈക്ക് he was making us comfortable, not the other way. അത് പുള്ളിയായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ ഇരുന്നുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം കിട്ടിയൊരു നാഷണൽ അറ്റൻഷൻ ഉണ്ടല്ലോ എല്ലാ സൈഡിൽ നിന്നും. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലത്തെ മീഡിയകൾ ഉൾപ്പെടെ സംസാരിക്കുന്നു. അവിടുത്തെ ഈ ഫിലിം റിവ്യൂസ് അല്ലെങ്കിൽ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബ് ചാനൽസിലൊക്കെ തല്ലുമാല ഫീച്ചറാവും, അതിലെ ആക്ഷൻ കൊറിയോഗ്രഫി ഫീച്ചറാവും, എഡിറ്റിംഗ് പാറ്റേൺസ് ഫീച്ചറാവുന്നു. തല്ലുമാലയ്ക്ക് ശേഷം ഇപ്പോൾ എല്ലാ ആളുകളും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലാണ്. അതൊരു ബാഗേജായിട്ട് പിന്നെ മാറിയോ? ബാധ്യതയായി. ഇപ്പോൾ ആക്ച്വലി ബാധ്യതയായി. പക്ഷേ എന്നെ ഇപ്പം ഒരുവിധപ്പെട്ട എല്ലാവരും ആക്ഷൻ ഫിലിംസിനാണ് വിളിക്കുന്നത്. പിന്നെ യു വോണ്ട് ബിലീവ് അതായത് തെലുങ്കിന്നൊക്കെ ക്ലൈമാക്സ് ഫൈറ്റ് മാത്രം ഷൂട്ട് ചെയ്യാൻ വിളിക്കുകയാണ്. അവർക്കൊരു DP ഉണ്ട്. ഐ മീൻ ദേ ഹാവ് ഓൾ ദി സെറ്റപ്പ്. ബട്ട് ഈ ഫൈറ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാനിത് ചെറിയ മാഫിയ ശശിയായിട്ട് നാട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. ചെയ്യുന്നുണ്ടോ എന്നിട്ട് അവർക്ക് വേണ്ടി? നോ, നീ ചെയ്യൂ? ഉറപ്പായിട്ടും ഇല്ല. ഇപ്പോൾ വേറൊരു തിയറി ഉണ്ടല്ലോ ബ്രോ, നമ്മളൊരു സക്സസ് എത്തി നിന്നതിന് ശേഷം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത് ഞാൻ ഒരു തമാശ പറഞ്ഞാണ് ബാധ്യതയായി എന്നൊക്കെ. എനിക്ക് ഓൾവേസ് ഞാൻ ഈ ഫീൽ ഗുഡ് സിനിമകളാണല്ലോ ഞാൻ എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ്ങിലൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ വലിയ ക്യാൻവസിലുള്ള സിനിമകളല്ല. ഫീൽ ഗുഡ് എന്നല്ല, വേറെ ഒരു ടേം പറയാമല്ലോ ഇതിനെ. ദിലീഷ് പോത്തൻ്റെയൊക്കെ ടൈപ്പ് പ്രകൃതി. ഞാൻ പ്രകൃതി പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ആക്ഷൻ ഫിലിം ചെയ്യണം, വലിയൊരു ക്യാൻവാസിലൊരു പടം ചെയ്യണം, ഒരു സ്പോർട്സ് സിനിമ ചെയ്യണം എന്നെല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫസ്റ്റത്തെ ആക്ഷൻ ഫിലിം അത്രയും സൂക്ഷിച്ച് ഐ ഗേവ് ഇറ്റ് എവറിത്തിങ്. അങ്ങനെ ഷൂട്ട് ചെയ്തത് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ഇഷ്ടമാണ്. ഒരു പോയിന്റ് കഴിഞ്ഞാലേ വൺസ് ഈ കൺവെൻഷനൽ രീതിയിൽ നിന്ന് മാറുന്നില്ലടോ. ആക്ഷൻ ആയാലും എൻഡ് ഓഫ് ദി ഡേ മറ്റേ പൊടി പറക്കലും ഹീറോ നോക്കുന്നു, കണ്ണിൻ്റെ ക്ലോസ് പുള്ളി ഇതാക്കുന്നു, കൈ ചുരുട്ടുന്നു, നമ്മൾ മറ്റേ എയറടിച്ച് പുള്ളി പ്രൊപ്പല്ലർ അതൊക്കെ ചെയ്യുന്നു. സംഭവം ഒക്കെ എനിക്കും കുളിരൊക്കെ വരും തിയേറ്ററിലിരിക്കുമ്പോൾ. പക്ഷേ എനിക്കിപ്പോൾ 38 വയസ്സുണ്ട്. ഞാൻ എൻ്റെ ടീനേജിലല്ലേ, ഞാൻ എൻ്റെ 15-ാം വയസ്സിൽ കണ്ട് കൈയടിച്ച് ഒച്ചയെടുക്കുന്ന, തിയേറ്ററിൽ കിടന്ന് ഒച്ചയെടുക്കുന്ന ടൈപ്പ് മാസ് ഷോട്ടുകളും സീൻസുമാണത്. ആഫ്റ്റർ 20 years സ്റ്റിൽ എനിക്കത് ബോറടിച്ച് തുടങ്ങി. എനിക്കത് അരോചകമായി തുടങ്ങി. ഇപ്പോഴും ആളുകൾക്ക് അത് ഇഷ്ടമാണോ? സത്യം ഐ റിയലി ഡൗട്ട്. അത് ആക്ഷൻ ഇഷ്ടമാണോ മാസ് ഇഷ്ടമാണോ എന്നല്ല, സെയിം ഡിഷ്, ആ സെയിം ഫോമുല അതിപ്പോഴും ആളുകൾ എങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആക്ഷൻ ആണെങ്കിൽ പോലും അങ്ങനെ വളരെ കൺവെൻഷനൽ ടൈപ്പ് ഒരു മാസ് ഒരു പടമാണെങ്കിൽ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല. താൻ പറഞ്ഞ പോലെ തല്ലുമാലയ്ക്ക് ശേഷം എസ്പെഷ്യലി തെലുങ്കിൽ നിന്ന് ഒരുപാട് ബിഗ് കോൾസ് വന്നായിരുന്നു. ഞാൻ അത് പോയി അവരെയൊക്കെ അറ്റൻഡ് ചെയ്തു.
പല സ്ക്രിപ്റ്റും കേട്ടു, പലതും ചെയ്യാമെന്ന് തീരുമാനിച്ചതുമാണ്. പക്ഷേ സംഭവം നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ തന്നെ വേണ്ടാന്ന് വെച്ചതാണ്. ഈ സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ എടുക്കുന്ന ചോയ്സസ് വളരെ മാറ്റർ ചെയ്യുമല്ലോ. തല്ലുമാല പോലെ ഒരു സക്സസ് കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു ഡയറക്ടറൊക്കെയാണ് വരിക എന്നൊക്കെ വിചാരിക്കുക. സേ ഇപ്പം ഇൻ സ്കെയിൽസ് ഓഫ് ഇപ്പം രാജമൗലിയോ ഒക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ഓഫർ ടേക്ക് ഡൗൺ ചെയ്യാൻ അതിനൊരു ഒരു ബലം വേണ്ട ഉള്ളില്. ഈ നേരത്തെ പറഞ്ഞ ഒരുപാട് കഥ കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രൊഡക്ഷനെ മീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് രാജമൗലിയുടെ പ്രൊഡക്ഷൻ കമ്പനി. പുള്ളിയുടെ തന്നെ ഡയറക്ടേഴ്സ് പാനലുണ്ട് പുള്ളിക്ക്. ഹി ഹാസ് എ പാനൽ ഓഫ് ഡയറക്ടേഴ്സ്. അതിലൊരാളുടെ പടമാണ്. ആൻഡ് ഈ പുള്ളിയുടെ പ്രൊഡക്ഷൻ തന്നെയാണ് അത് ചെയ്യുന്നത്. പുള്ളി ഡയറക്ടർ എന്നിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഞാൻ അവിടെ കണ്ട് ചെന്ന് സ്റ്റോറി കേട്ട് എല്ലാം തീരുമാനമായതാണ്. ഫഹദ് ഫാസിലായിരുന്നു ആ പടത്തിലെ ഹീറോ. അതൊരു ഫാന്റസി സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതും ആ സമയത്ത് ത്രൂ ആയില്ല. ഫഹദുമായിട്ടും ഞാൻ സംസാരിച്ചതാണ് ഈ കേസ്. ആ സമയത്ത് ഞാനവിടെ ഈ പടത്തിന്റെ കഥ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഫഹദ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ ചെയ്യുന്നുണ്ടോ, എങ്ങനെ കേട്ടിട്ട് എന്ത് തോന്നി എന്നൊക്കെ അറിയിച്ചു. പക്ഷെ ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. അങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടാന്ന് വെക്കുന്ന കാര്യം നോ പറയാ, അത് പറയേണ്ടി വരും. അത് യു ലുക്ക് ഫോർ ദ ലോങ് റൺ. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. രണ്ട് ബ്രദേഴ്സ് കൂടി സിനിമ ഉണ്ടാക്കുമ്പോഴുള്ള ദോഷവും ഗുണം എന്താ? ഗുണം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ. അതിന്റെ ദോഷം എന്ന് പറയുന്നത് വി ടേക്ക് ഈച്ച് അതർ ഫോർ ഗ്രാൻറ്റഡ്. അവനല്ലേ ചെയ്തോളൂ, അല്ലെങ്കിൽ ഇയാളല്ല, അയാൾക്കത് മതി എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം അതവിടെ ഉണ്ടാവും. അതതിൻ്റെ ഒരു ദോഷം. ഇതിപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഒരുപാടുണ്ട്. പെട്ടെന്ന് താൻ ചോദിച്ചപ്പോൾ അത് വരുന്നില്ല. അത് ബേസിക്കലി മോർ ദാൻ ദ ബ്രദർഹുഡ്, ഐ ലൈക്ക് ടു കീപ് ഇറ്റ് ലൈക്ക് വെൻ യു വർക്ക് വിത്ത് എ ഫ്രണ്ട്. വാട്ട് ഈസ് യുവർ അഡ്വാൻറ്റേജസ് ആൻഡ് വാട്ട് ആർ യുവർ ഡിസഡ്വാൻറ്റേജസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഞാൻ അങ്ങനെ ഇപ്പോൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവനെ ഇങ്ങനെ തൊട്ടടുത്ത് വിളിച്ചിരുത്തി അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഞങ്ങൾ തമ്മിൽ ഇല്ല. ഡെയിലി വിളിക്കുന്നുണ്ടോ? ഇല്ല. നീ നിന്റെ ചേട്ടനും പോലുള്ള റിലേഷൻഷിപ്പ് തന്നെയാടാ. ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് അപ്പോൾ ഏത് വിധത്തിലുണ്ടാവും? ക്രിയേറ്റീവ് കോൺഫ്ലിക്ട്സ് ഒരുവിധപ്പെട്ട എല്ലാ ദിവസവും ഉണ്ടാവും. അപ്പോൾ ഈ ഇന്റർവ്യൂ പുറത്ത് പോയാലും കുഴപ്പമില്ലാത്തൊരു ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു തരും. നമ്മൾ തല്ലുമാല ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പാട്ടിന് വേണ്ടി ആക്ഷൻ കൊറിയോഗ്രാഫറാണ് വന്നേക്കുന്നത്, അല്ലാതെ ഡാൻസ് കൊറിയോഗ്രാഫർ അല്ല പാട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ആക്ഷനാണ് പാട്ടായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 500 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ഷോട്ട്സ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈവനിങ് ആയി, ലൈറ്റ് പോകുന്നു. റഹ്മാൻ്റെ ബ്രീഫിങ് തീർന്നിട്ടില്ല. അവിടെ ഞങ്ങൾ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ എനിക്ക് ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് പോലും ഇത് ആകുന്നില്ല. അതെനിക്ക് ദേഷ്യം വരാൻ കാരണം എന്ന് പറയുന്നത്, ബൈ ദിസ് ടൈം അവൻ അനുരാഗക്കരിക്കും വെള്ളത്തിൽ തുടങ്ങി ഇപ്പോൾ തല്ലുമാല അവൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയം കൊണ്ട് ഒരു സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, ക്യാമറയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഒരു പരിധിവരെ അവനറിയാം. ഐ മെയ്ഡ് ഷുവർ ഹി നോസ് ഇറ്റ്. അത് എനിക്ക് പേഴ്സണലി നിർബന്ധമായിരുന്നു. അത് നീ അറിഞ്ഞിരിക്കണം. അതിപ്പോൾ എനിക്ക് വേണ്ടിയിട്ടല്ല. ഇപ്പം ഇന്ന ഒരു പെർട്ടിക്കുലർ ലെൻസ് അത് ഇത്ര ഫീറ്റ് ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് ക്യാമറയിൽ വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ എന്തോരം ഏരിയ കവറപ്പ് ആവും എന്നുള്ളത് നീ മനസ്സിലാക്കിയിരിക്കണം. എപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ പോലും വിളിച്ചു ചോദിച്ചാൽ പോലും നീ അത് പറയാൻ നീ അറിഞ്ഞിരിക്കണം എന്നുള്ള നിർബന്ധം എനിക്ക് പേഴ്സണലി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ അവന് ഇൻറ്ററാക്ട് ചെയ്യിക്കാറുണ്ട്. ക്യാമറയിലാണെന്നുണ്ടെങ്കിലും എല്ലാം അവന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അവനും ഇഷ്ടമാണ്. അവൻ ഫിൽറ്റേഴ്സിനെ കുറിച്ചും ഇടയ്ക്ക് ഷോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. ഷൈജിക്ക് കൊടുക്കും. അവന് ഷോർട്ടൊക്കെ മഞ്ഞുമല്ലൊക്കെ അവന് ഷോർട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. ഈസ് നോട്ട് ഗുഡ് വിത്ത് ഇറ്റ്. ടോട്ടൽ ഫെയിലിയറാണ് പുള്ളി ആ കേസിലൊക്കെ. അപ്പോൾ ഇവനിത് അറിയാം. അപ്പോൾ ഈവനിങ് ആയി, നമ്മൾ 500 ഫ്രെയിംസിലൊക്കെ നമ്മളൊരു ഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ വി നീഡ് ടു പമ്പ് ദാറ്റ് മച്ച് ഓഫ് ലൈറ്റ്. അത്രയും എക്സ്പോഷർ നമുക്ക് അതിൽ വേണം. അപ്പം അതും അയാൾക്ക് അറിയാമല്ലോ. ഇത് അയാളുടെ ഷോട്ട് വൃത്തിയായിട്ട് എടുക്കണമല്ലോ. അത് ഒരു ടൈം അനുസരിച്ച് നമ്മൾ ഔട്ട്ഡോർ ആണ് അത് എടുക്കണ്ടേ. രാത്രി ആവാൻ പോവുകയാണ്. 500 ഷോട്ട്സിൽ ഫ്രെയിം പെർ സെക്കൻഡിൽ ഷോട്ട് എടുക്കണമെങ്കിൽ ഇത്രയും ലൈറ്റ് വേണം. ഇതിപ്പോൾ ഈവനിങ് ആവാറായി, ചിലപ്പോൾ പതിയാതെ വരും, ഗ്രെയിൻസ് വരും എന്നുള്ള കാര്യം എന്നെ പോലെ തന്നെ ഈക്വലി അവനും അറിയാം. എന്നിട്ടും പുള്ളി അത് ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുക. പുള്ളി ഫോർ അവൻ്റേതായ റീസൺസ്. ഈസ് ഓൾസോ ലൈക്ക് ക്രാഫ്റ്റിംഗ് ഹിസ് വർക്ക്. അവിടെ അവനും സമയം വേണം. അപ്പോൾ
അങ്ങനെ അന്ന് ഈവനിങ് ഞങ്ങൾ തമ്മിലൊരു ഒച്ച സെറ്റിലുണ്ടായിട്ട് പുള്ളി ബാക്കപ്പ് ചെയ്ത് ബാക്കപ്പ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു ഒറ്റ പോക്കോട് പോയതാണ്. അത് ദാറ്റ് വാസ് എ പ്രിറ്റി ബിഗ് ക്രിയേറ്റീവ് കോൺഫ്ലിക്റ്റ്. പക്ഷെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് തിങ് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. ദ നെക്സ്റ്റ് ഡേ ഞങ്ങൾ സെറ്റിൽ വന്നിട്ട് വി ബിഹേവ് ലൈക്ക് നത്തിങ് ഹാപ്പൻഡ്. അപ്പോൾ അതായത് എനിക്ക് പേഴ്സണലി അതിനെക്കുറിച്ച് അവനോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനൊരു അവിടെ ഒരു എക്സ്പ്ലനേഷൻ നൽകി കൊടുക്കാനോ അല്ലെങ്കിൽ അവൻ എനിക്കൊരു എക്സ്പ്ലനേഷൻ തരാനോ ഒന്നും ഞാനതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ജോ ഹോ ഗയാ സോ ഹോ ഗയാ ചലോ കാം കറേ എന്നുള്ള മൂഡിൽ ഞാൻ. ഹി ഓൾസോ വാസ് ഇൻ ദ സെയിം വേവ് ലെങ്ത്. അവിടെയൊക്കെ അതൊക്കെയാണ് ഞാൻ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന കാര്യം. ഞാൻ ഇവരുടെ അടുത്ത് പറയാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കൂടെ 4-5 പേരെ കൂടെ നിർത്താൻ പറ്റുള്ളൂ. ഒന്നാമത് കാര്യം ചെയ്യുന്ന പടങ്ങൾ മലയാളത്തിലാണ്, ചെറിയ പടങ്ങളാണ്. അപ്പോൾ ഇവിടെ എനിക്ക് 10-12 അസിസ്റ്റൻസിന് നിർത്തിയിട്ട് കാര്യമില്ല. ഈ ഇൻഡസ്ട്രിയിലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആക്ടേഴ്സും നമ്മുടെ സിനിമയെ നോക്കിക്കാണുന്ന പോലെയല്ല. എസ്പെഷ്യലി ഇൻ ഹൈദരാബാദ് ആൻഡ് ഓൾ അവർ ഇൻഡസ്ട്രിയെ നോക്കി കാണുന്നത്. ഇറ്റ്സ് ഓൾ നമ്പേഴ്സ് ഫോർ ദം. എന്തോ ചെയ്യണമെന്ന് തൻ്റെ മനസ്സിലുണ്ട്, അതിനെങ്ങനെയോ ട്രീറ്റ് ചെയ്യണം, നന്നാക്കണം. ഇതെങ്ങനെ നന്നാക്കും? പുള്ളി പറയണത് റോബോട്ടിക് ആം കൊണ്ടുവന്നാൽ നന്നാവും എന്നാ പറയണേ.